ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് കീസ് 25 മൂന്നാം ദിവസം പഠനശിബിരത്തിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായമാണ് പഠിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് നോട്ട് ചെയ്ത് കണ്ടുവച്ച് കടന്നു പോകാനായിട്ട് വചനഭാഗം കയ്യിൽ ഉള്ളത് ഒത്തിരി നല്ലതായിരിക്കും. നമുക്ക് 13-ാം അധ്യായത്തിൻ്റെ ക്ലാസ്സിലൂടെ കടന്നു പോകാം. 13-ാം അധ്യായത്തിൽ 25 തിരുവചനങ്ങളാണ് ഉള്ളത്. ഇത് ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. സാംസന്റെ ജനനമാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 13-ാം അധ്യായം 1-ാം തിരുവചനം നമുക്ക് വായിക്കാം. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവനെ 40 വർഷത്തേക്ക് ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇസ്രായേൽ ജനം വീണ്ടും, ഇതിനു മുൻപ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഇസ്രായേൽ കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്യുന്നതായിട്ട്. അപ്പോൾ വീണ്ടും ഇസ്രായേൽ ജനം കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവരെ 40 വർഷത്തേക്ക് ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു. എത്ര വർഷത്തേക്കാണ്? 40 വർഷത്തേക്കാണ് ഏൽപ്പിച്ചത്. ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? ഫിലിസ്തീനരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ഓർത്തിരിക്കാം, 13:1 പറയുന്നതാണ് 40 വർഷത്തേക്ക് ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അപ്പം അവിടുത്തെ അത് 2 സെൻറ്റൻസേ ഉള്ളൂ. എന്നതൊക്കെ പറയുന്നത് അവർ തിന്മ ചെയ്ത കാര്യം പറയുകയാണ്. ഇസ്രായേൽ ജനം കർത്താവിന് മുൻപ് തിന്മ ചെയ്ത കാര്യം പറയുന്നു. അതിനുശേഷം അവർക്ക് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പറയുന്നു. ശിക്ഷ എന്താണ്? അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്ന് പറയുകയാണ്. നമുക്കത് 13:1 ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ന്യായാധിപന്മാർ 13:1 ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു. പഠിച്ചു എന്ന് കരുതുകയാണ്. ഇനി 13:2 നമുക്ക് വായിക്കാം. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധിയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. ഇനിയൊരു കഥയിലേക്ക് വരികയാണ്. കഥയല്ല, സംഭവമാണ്. അപ്പം അവിടെ എന്നതാ പറയുന്നത്? സോറായിൽ എന്ന് ഓർത്തിരിക്കണം. സോറ പറയുക, സോറ എന്ന് ഓർത്തിരുന്നാൽ മതി. സോറായിൽ ആരാണ്? സോറയിൽ മനോവ ഏത് ഗോത്രക്കാരനായിരുന്നു? ദാൻ ഗോത്രക്കാരനായിരുന്നു മനോവ. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ ഓർത്തിരിക്കേണ്ടത്? സ്ഥലത്തിൻ്റെ പേര് സോറ, ഗോത്രത്തിൻ്റെ പേര് ദാൻ, ആടിൻ്റെ പേര് മനോവ. അപ്പോൾ സോറായിൽ ദാൻ ഗോത്രത്തിൽ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. ഇനി അവൻ്റെ ഭാര്യ വന്ധിയായിരുന്നു. കാര്യം പറയുകയാണ്, മനോവയുടെ ഭാര്യ ആരായിരുന്നു? വന്ധിയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ 13:2 പറയുന്നത് മൂന്ന് സെൻറ്റൻസേ ഉള്ളൂ. അത് ആദ്യത്തെ സെൻറ്റൻസിൽ സ്ഥലത്തിൻ്റെ പേര് പഠിക്കണം, ഗോത്രത്തിൻ്റെ പേര് പഠിക്കണം, ആളുടെ പേര് പഠിക്കണം. അപ്പോൾ 13:2 നമുക്ക് പറഞ്ഞു നോക്കാം. ന്യായാധിപന്മാർ 13:2 സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധിയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. ഇത്രയാണ് 13:2 പറയുന്നത്. ഇനി 13:3 നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് മനോവായ്ക്കല്ല, മനോവായുടെ ഭാര്യയ്ക്കാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മനോവായുടെ ഭാര്യ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ എന്താണ്? നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല. അപ്പോൾ അവർക്കറിയാവുന്ന കാര്യം തന്നെ, നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല. പക്ഷെ ആ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഒക്കെ പറഞ്ഞതുപോലെ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പം 3-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് പറയുന്നത്. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളുടെ തുടക്കമാണ് ഇവിടെ പറയുന്നത്. എന്നതൊക്കെയാണ്? നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 13:3 നമുക്കൊരിക്കൽ കൂടി പറഞ്ഞു നോക്കാം. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇനി 13:4
അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത്. അന്നേരം നമ്മൾ 13:3 പറഞ്ഞു, ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കിയെ പറയുകയാണ്, ഇങ്ങനെ ഗർഭം ധരിക്കുമായതിനാൽ അല്ലെങ്കിൽ ഒരു പുത്രനെ പ്രസവിക്കുമായിരുന്നതിന് ആയതുകൊണ്ട് നീ സൂക്ഷിക്കണം. എപ്പോഴും പറയുന്ന കാര്യം തന്നെ, നീ സൂക്ഷിക്കണം. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ തരത്തിൽ സൂക്ഷിക്കണമെന്ന് ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുകയാണ്. എങ്ങനെ സൂക്ഷിക്കണം? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. അപ്പോൾ ആദ്യം പറയുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം രണ്ടെണ്ണം, എന്തൊക്കെ കുടിക്കണം എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കുടിക്കരുത് എന്തൊക്കെ കഴിക്കരുത് എന്ന് പറയുക. അപ്പോൾ ആദ്യം കഴിക്കരുത് കുടിക്കരുത് അരുത് എന്തൊക്കെയാ? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. അപ്പോൾ 13:4 നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ഈ 13:5 നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും, അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. 5 ഇത്തിരി വലിയ വാക്യമാണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ പറയുന്നത്? ആദ്യം പറയുകയാണ് അറിയാവുന്ന കാര്യം തന്നെ, എന്നതാ? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അത് പഠിക്കാം. നീ ഗർഭം 5 തുടങ്ങുന്നത് എങ്ങനെയാണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ് ഭക്ഷിക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയിട്ട് പറയുകയാണ്, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അതിന് കാരണം എന്താ? ക്ഷൗരക്കത്തി തൊടരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണമാണ്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും. അവൻ ജനനം മുതൽ ദൈവത്തിന് ആരായിരിക്കും? നാസീർ വ്രതക്കാരനായിരിക്കും. അപ്പം അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണമാണ്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. ഇനി അടുത്തൊരു പ്രതീക്ഷയ്ക്ക് വക കൊടുക്കുകയാണ്, അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അപ്പോൾ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി വരുന്നവനാണ് ഈ ജനിക്കാനുള്ളവൻ. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യം പറയുന്നുള്ളൂ. ആദ്യം പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. ഇനി കാരണം അതിന് തുടരുതാത്തതിൻ്റെ കാരണം പറയുകയാണ്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും. ഇനി വേറൊരു പ്രത്യേകതയോടെ പറയുന്നു, അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അപ്പോൾ 13:5 നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും, അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ഇനി 13:6 അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു, അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞുമില്ല. അപ്പം 13:6 ഈ മനോവയുടെ ഭാര്യ മനോവയോട് പറയുകയാണ്, എന്നതാ പറയുന്നത്? ഒരു ദൈവപുരുഷൻ, ദൂതനോ ദൈവമെന്നോ ഒന്നുമല്ല പറയുന്നത്, ദൈവപുരുഷൻ എന്നാണ് പറയുന്നത്. അവൾ ഓർത്തിരിക്കുക. 13:6 അവൾ പറയുന്നത് ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു എന്നാണ്. ദൈവപുരുഷൻ അടുത്ത് വന്നു എന്ന് പറയുമ്പോഴും അവൾ പറയുന്നത് അവൻ്റെ മുഖം ദേവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ദേവപുരുഷൻ വന്നു, പക്ഷെ മുഖം എങ്ങനെയായിരുന്നു? ദേവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞതുമില്ല. അപ്പം അവിടെ തമ്മിലൊരു സംഭാഷണം ദൂതൻ പറഞ്ഞത് കേട്ടതല്ലാതെ അവൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയോ അവൾ ഇങ്ങോട്ട് ഉത്തരം നൽകുകയോ ചെയ്തില്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അവൾ പറയുന്നത് ദേവപുരുഷൻ വന്നു എന്നാണ്, പക്ഷെ അവൻ്റെ മുഖം എങ്ങനെയായിരുന്നു? ദേവദൂതൻ്റേതുപോലെയാണ്. അവൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചില്ല, അവൻ്റെ പേര് അവൻ പറഞ്ഞുമില്ല. അപ്പോൾ നമുക്ക് ആ വചനഭാഗം ഒന്നുകൂടെ വായിക്കാം. 13:6 അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു, അവൻ്റെ മുഖം ദേവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്.
എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞതുമില്ല. ഇനി 13:7. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും. 13:7 അനുസരിച്ച് ദൈവപുരുഷൻ അല്ലെങ്കിൽ ദൈവദൂതൻ മനോവയുടെ ഭാര്യയോട് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അവൾ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്. ആദ്യം പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. രണ്ടാമത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. പിന്നെ മറ്റേ കാര്യം, നാസീർ വ്രതക്കാരനായിരിക്കുമെന്ന് പറയുകയാണ്. ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. നാസീർ വ്രതക്കാരനായതുകൊണ്ടാണ് തൊട്ട് മുമ്പുള്ള വചനത്തിൽ നമ്മൾ പറഞ്ഞത് ക്ഷൗരക്കത്തി തൊടരുത് എന്ന് ദൈവം പറഞ്ഞത്. 13:7 ഒരിക്കൽ കൂടി വായിക്കാം. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അപ്പം നമ്മൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. 13:1 മുതൽ 7 വരെയാണ് ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും വചനഭാഗം ഒന്നുകൂടി ഒന്ന് വായിച്ച് ഹൃദിസ്ഥമാക്കാം. ന്യായാധിപന്മാർ 13:1. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. 13:2. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. 13:3. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 13:4. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത്. 13:5. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. 13:6. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞതുമില്ല. 13:7. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. ഇത്രയുമാണ് ഒരു പാരഗ്രാഫിൽ ഉള്ളത്. ഇനിയൊക്കെ 13:8 വായിച്ചു നോക്കാം. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. ഇത് കേട്ട ഉടനെ മനോവയുടെ പ്രാർത്ഥനയാണ്. മനോവ എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്താണ്? ആ ദൈവപുരുഷനെ, അങ്ങ് അയച്ച ആ ദൈവപുരുഷനെ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കണമേ. അതിന് കാരണം എന്താ? ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയിക്കാനായിട്ട് ആ ദൈവകൽപ്പന അറിയിച്ച ശിശുവിനെ ഒരിക്കൽ കൂടി വിടണമെന്ന് മനോവ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം, വായിക്കാം. 13:9. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. പിന്നെ 13:9. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം മനോവയാണ് പ്രാർത്ഥിച്ചത്. മനോവയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്തു. പക്ഷെ ദൈവപുരുഷൻ വന്നത് ആരുടെ അടുത്താണ്? വീണ്ടും ആ സ്ത്രീയുടെ അടുത്താണ് വന്നത്. മനോവ അവളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ മനോവയെ പ്രാർത്ഥിച്ചതെങ്കിലും ദൈവം ഉത്തരം കൊടുക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും
നമുക്കും തമ്പുരാൻ ഉത്തരം തരുന്ന മറ്റു പലരിലൂടെയുമായിരിക്കും. അപ്പോൾ മനോവയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. നമുക്ക് 13:8 ഒരിക്കൽ കൂടി വായിക്കാം. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. ഇനി 13:9 മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദേവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും വന്നപ്പോഴും ഭർത്താവായ മനോവ ഉണ്ടായിരുന്നില്ല. അപ്പം മനോവയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. വയലിൽ ആയിരിക്കുമ്പോഴാണ് ദേവദൂതൻ വരുന്നത്. എവിടെ ആയിരിക്കുമ്പോഴാണ്? വയലിൽ ആയിരിക്കുമ്പോഴാണ് വരുന്നത്. സ്ത്രീയുടെ അടുത്താണ് ചെല്ലുന്നത്. അപ്പോഴും ഭർത്താവായ മനോവ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 13:9 മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇനി 13:10 അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മനോവ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ദേവപുരുഷൻ വീണ്ടും വന്നത്. അപ്പോഴും സ്ത്രീയുടെ അടുത്താണ് ചെന്നത്. വയലിലായിരുന്നു അവൾ. അപ്പോൾ അവൾ ഓടിച്ചെന്ന് ഭർത്താവിനോട് പറയുകയാണ്, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവൾ ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ 13:10 ഒന്നുകൂടി വായിക്കാം. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി 13:11 മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. മനോവ പോയി കൺഫേം ചെയ്യുകയാണ്. ഭാര്യയുടെ അടുത്ത് വന്ന ആ ആൾ അവ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മനോവ ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീ തന്നെയാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് നിൻ്റെ ഭാര്യയോട് സംസാരിച്ചത് എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ അത് ഒന്നുകൂടെ വായിക്കാം. 13:11 മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഇനി 13:12 അപ്പോൾ മനോവ ചോദിച്ചു, നിൻ്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം മനോവ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഇനി ഭാവിയിലേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനോവ കൃത്യമായിട്ട് അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മനോവ ചോദിക്കുകയാണ്, നിൻ്റെ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് സ്ത്രീയോട് പറഞ്ഞല്ലോ. അപ്പോൾ ആ പുത്രനെ പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിൻ്റെ വാക്ക് നിറവേറിക്കഴിയുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ ജീവിതചര്യ എങ്ങനെയായിരിക്കും? കാരണം ഇത് ഫിലിസ്തീൻ്റെ കൈകളിൽ നിന്ന് മോചിക്കാനായിട്ട് വരുന്ന ഒരു പുത്രനാണ് എന്നൊക്കെ നേരത്തെ ഭാര്യയോട് ദേവപുരുഷൻ പറഞ്ഞതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് മനോവ ദൈവത്തോട് ചോദിക്കുകയാണ്, ബാലൻ്റെ ജീവിതചര്യ എന്തായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനോവ ചോദിച്ചറിയുകയാണ്. അപ്പോൾ 13:12 ഒരിക്കൽ കൂടി വായിക്കാം. അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം, അവൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൂതൻ 13:13 കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. 13:13 അനുസരിച്ച് മനോവയുടെ കർത്താവിൻ്റെ ദൂതൻ പറയുകയാണ്. മറ്റേ ദേവപുരുഷനാണെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ദൂതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞത് കർത്താവിൻ്റെ ദൂതൻ എന്നായിരുന്നു. പക്ഷേ മനോവയുടെ ഭാര്യയ്ക്ക് പറയുന്നതാണ് ദേവപുരുഷൻ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരോട് പറയുകയാണ്, നീ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, ഞാൻ സ്ത്രീയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവ പാലിക്കണം എന്നതാണ്. ഞാൻ ക്ഷൗരക്കത്തോടെരുതെന്നും വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങൾ കുടിക്കരുതെന്നും അശുദ്ധമായത് ഭക്ഷിക്കരുതെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവ പാലിക്കണം. അതൊന്നുകൂടെ വായിക്കാം. 13:13 കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. ഇനി 13:14 മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും വരുത്, ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. അപ്പോൾ അതൊന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് എന്നതാണ്.
മുന്തിരി എന്നുള്ളതൊന്നും കഴിക്കരുത്, എന്ന് പറഞ്ഞാൽ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഒന്നും കുടിക്കരുത്, മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അശുദ്ധമായൊന്നും ഭക്ഷിക്കരുത്. പിന്നെ അവളോട് കല്യാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവയെല്ലാം പാലിക്കണം എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. 13-14 നമുക്കൊന്നുകൂടെ വായിക്കാം. 13-14 മുന്തിരി എന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും കഴിക്കരുത്, തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. ഇനി 13-15 മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ. ഇതിവിടെ ആതിഥ്യ മര്യാദ കാണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മനോവ കർത്താവിൻ്റെ ദൂതനോട് പറയുകയാണ്, ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവോ എന്ന് മനോവ പുള്ളിക്കാരനോട് അല്ലെങ്കിൽ മനോവ കർത്താവിൻ്റെ ദൂതനോട് ചോദിക്കുകയാണ്. ഒന്നിന് വായിക്കാം. 13-15 മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ. ഈ 13-15 കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. മനോവ കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പം നിൻ്റെ കയ്യിലുള്ള ഒന്നും ഞാൻ സ്വീകരിക്കില്ല, ഇത് എത്ര സമയം പിടിച്ചു വെച്ചാൽ പോലും സ്വീകരിക്കില്ല. പക്ഷെ നീ എന്താണ് ചെയ്യേണ്ടത്? ഇത് കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കണം. കർത്താവിൻ്റെ ഒരു ദഹന ബലിയായി അർപ്പിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ അത് കഴിക്കുകയില്ല എന്ന് ദൂതൻ പറയുകയാണ്. അപ്പോൾ 13-16 കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കുക. ഇനി 13 പിന്നെ പറയുന്നത് കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. ഇനി 13-17 അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിൻ്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവൻ കർത്താവിൻ്റെ പേര് ചോദിക്കുകയാണ്. കാരണം ഈ അത്ഭുതങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ഒരു നന്ദിയെങ്കിലും വന്ന് പറയുവാനായിട്ട്, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയൊക്കെ കൊണ്ടുവരാൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിൻ്റെ പേര് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ പേര് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വായിക്കാം. 13-17 അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിൻ്റെ പേരെന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു. 13-18 വായിക്കാം. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അത്രയുള്ളേ. അപ്പം അതിൻ്റെ ഉത്തരം പറയുകയാണ്, എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ. ഇതൊക്കെ വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. അത് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിനാണ്? അത് ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുക, ഒരു നിർദ്ദേശം കൊടുക്കുക. അതുപോലെ മനോവ ഇത് ഒരു ന്യായീകരണം പറഞ്ഞില്ല. മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അവിടെ വെട്ടിച്ച് കാണുമായിരിക്കും. അപ്പം നമുക്കതൊന്നും വായിക്കാം. 13-18 എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന്. ഇനി 13-19 ധാന്യബലിയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. അപ്പോൾ 13-19 ഒന്നിന് വായിക്കാം. ധാന്യബലിയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. ഈ 13-20 ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയെ ഭാര്യയെ നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി അവൻ നിലത്ത് കമിഴ്ന്നു വീണു. അപ്പോൾ ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ആ കൂടെ എന്ത് ചെയ്തു? മനോവായി ഭാര്യ നോക്കി നിൽക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദൂതന് ബലിപീഠത്തിൽ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി. അതെല്ലാവരും കണ്ടു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? മനോവ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ ദൂതനാണെന്ന് മനോവായിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ 13-20 ഒരിക്കൽ കൂടി വായിക്കാം. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവായി ഭാര്യയെ നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിൽ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി അവൻ നിലത്ത് കമിഴ്ന്നു വീണു. ന്യായാധിപന്മാർ 13-21 അവൻ മനോവായിക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നുവെന്ന് മനോവായിക്ക് മനസ്സിലായി.
അപ്പം അവിടെ പറയുകയാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല, അത് കർത്താവിൻ്റെ ദൂതനാണെന്ന് അപ്പോഴാണ് മനോവായ്ക്ക് മനസ്സിലായത്. പിന്നീട് ഒരിക്കലും കർത്താവിൻ്റെ ദൂതൻ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ വചനത്തിൽ പറയുന്നത് എന്താണ്? അവൻ മനോവായ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. അവൻ മനോവായ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. പിന്നീട് പറയുകയാണ് അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് മനോവായ്ക്ക് മനസ്സിലായി. മനോവായ്ക്ക് മനസ്സിലായ കാര്യം പറയുകയാണ് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന്. 22 അത് 13-21 ഒന്നുകൂടെ വായിക്കാം. അപ്പൻ മനോവായ്ക്ക് ഭാര്യയ്ക്ക് പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല, അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് മനോവായ്ക്ക് മനസ്സിലായി. 13-22 മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. അപ്പം മനോവയ്ക്ക് പെട്ടെന്ന് പേടിയായി, ദൈവത്തെ കണ്ടു എന്ന് മനോവയ്ക്ക് മനസ്സിലായി. അവിടെ മനോവ പെട്ടെന്ന് പറയുകയാണ്, അയ്യോ നമ്മൾ ഉറപ്പായിട്ട് ദൈവത്തെ കണ്ടു, അവിടെ മരിക്കുമെന്ന് മനോവ പറയുകയാണ്. 13-23 അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലി ധാന്യബലി സ്വീകരിക്കുകയോ ഈ കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഭാര്യ മനോവായ്ക്ക് ധൈര്യം കൊടുക്കുകയോ ഇങ്ങനെ കൊല്ലണമെന്നൊക്കെ ആയിരുന്നെങ്കിൽ കർത്താവ് നമ്മളോട് ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല, ഈ ദഹനബലി ധാന്യബലി സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊല്ലാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞ് ഭാര്യ മനോവായ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ഏകബലിയ ദഹനബലി ധാന്യബലി സ്വീകരിക്കുകയോ ഈ കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഇത്രയുമാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കത് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. 13:8 മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് അയച്ച ദേവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. 13:9 മനോവായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. 13:10 അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 13:11 മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. 13:12 അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? 13:13 കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. 13:14 മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. 13:15 മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ. 13:16 കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. 13:17 അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിന്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു. 13:18 എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് 13:19 ധാന്യബലിയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. 13:20 ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവായി ഭാര്യയെ നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി. അവർ നിലത്ത് കമിഴ്ന്ന് വീണു. 13:21 അവൻ മനോവായ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല, അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നുവെന്ന് മനോവായ്ക്ക് വ്യക്തമായി. 13:22 മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. 13:23 അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഈ കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഒരു കാര്യം ഓർക്കുക, മനോവ കർത്താവിന് അർപ്പിച്ച ദഹനബലിയും ധാന്യബലിയുമായിരുന്നു. അത് ഓർത്തിരിക്കുക. ഇനി 13:24 വായിക്കുകയാണ്. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ അവൾ ഒരു പുത്രനെ പ്രസവിക്കുകയാണ്. ആ പുത്രൻ്റെ പേരാണ് സാംസൺ. സാംസണിൻ്റെ ജനനത്തെക്കുറിച്ച് 13:24 സാംസൺ ജനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവളൊരു പുത്രനെ പ്രസവിച്ചു, അവൻ്റെ പേരാണ് സാംസൺ. സാംസൺ വളർന്നു, അപ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ 13:24 ഒരിക്കൽ കൂടി വായിക്കാം. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ഈ 13:25 സോറായ്ക്കും എഷ്താവോലിൻ്റെ മധ്യയുള്ള മഹനേദാനി വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനെ പ്രവർത്തിച്ചു തുടങ്ങി. അത് ഓർത്തിരിക്കണം. സോറ എന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. സോറ എന്ന് കണ്ടത് എവിടെയായിരുന്നു?
നമ്മൾ ഈ അധ്യായം തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു സോറായി ദാൻ ഗോത്രക്കാരനായ മനോവ എന്ന്. അപ്പോൾ സോറ എന്ന സ്ഥലത്ത് തന്നെയാണ് മനോവ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ സോറായിക്കും എഷ്തവോലിനും, അടുത്ത വാക്ക് ഓർത്തിരിക്കണം, എഷ്തവോലിനും, സോറായിക്കും എഷ്തവോലിനും മധ്യയുള്ള മഹദോനിൽ വെച്ച്, സോറായിക്കും എഷ്തവോലിനും ഇടയിലുള്ള മഹനേദാനി വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഒന്നുകൂടെ വായിക്കാം. 13:25 സോറായിക്കും എഷ്തവോലിനും മധ്യയുള്ള മഹനേദാനി വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം. 13:24 അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 13:25 സോറായിക്കും എഷ്തവോലിനും മധ്യയുള്ള മഹനേദാനി വെച്ച് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ 25 വാക്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ വചനഭാഗം ഒന്നുകൂടി വായിച്ച് ഒന്ന് ഹൃദിസ്ഥമാക്കാം. ന്യായാധിപന്മാർ 13:1 ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. 13:2 സോറായി ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധിയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. 13:3 കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 13:4 അതുകൊണ്ട് നീ സൂക്ഷിക്കണം, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായൊന്നും ഭക്ഷിക്കുകയും അരുത്. 13:5 നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും, അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. 13:6 അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദേവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു, അവൻ്റെ മുഖം ദേവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞതുമില്ല. 13:7 അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്, ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. 13:8 മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് എന്നെ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. 13:9 മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. 13:10 അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 13:11 മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. 13:12 അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്ക് നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, നീ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. 13:14 മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. 13:15 മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ. 13:16 കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. 13:17 അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിന്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു. 13:18 എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്?
അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് 13-19 ധാന്യബലിയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. അവിടെ കർത്താവിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ധാന്യബലിയോടുകൂടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്, അത് ഓർത്തിരിക്കുക, പാറപ്പുറത്ത് വെച്ചാണ് അർപ്പിച്ചത്. 13-20 ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യ നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. 13-21 അവൻ മനോവായ്ക്ക് ഭാര്യയ്ക്ക് പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് മനോവായ്ക്ക് വ്യക്തമായി. 13-22 മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. 13-23 അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഈ കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. 13-24 അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സാംസൺ എന്നവന് പേരിട്ടു. കുട്ടി വളർന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 13-25 സോറായ്ക്കും എഷ്തവോലിനും മധ്യയുള്ള മഹനേദാനി വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ 13-ാം അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ഇത് ശ്രദ്ധാപൂർവ്വം ആവർത്തിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഹൃദയസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.